إن الحمد لله نحمده ونستعينه ونستهدي ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ഏറ്റവും വലിയ പദവി ഉമ്മ എന്ന പദവിയാണ്. മാതൃത്വം എന്നത് ഏറ്റവും മഹത്തായ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അലങ്കരിക്കാവുന്ന ഏറ്റവും മഹത്തായ പദവി അത് മാതാവ്, ഉമ്മ എന്ന പദവിയാണ്. കാരണം അത് സ്ത്രീയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്ത് സ്ത്രീകളുടെ കൂട്ടത്തിൽ പ്രധാനമന്ത്രിമാരുണ്ടാകാം, രാഷ്ട്രപതിമാരുണ്ടാകാം, വലിയ പ്രിൻസിപ്പാളുകൾ ഉണ്ടാകും, എഞ്ചിനീയർമാരുണ്ടാകാം, ഡോക്ടർമാരുണ്ടാകാം. ഏത് പദവിയും പെണ്ണിന് വഹിക്കാൻ പറ്റും. എന്നാൽ പെണ്ണിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഉമ്മ എന്നത്. ലോകത്തൊരു പുരുഷനും സാധ്യമല്ല. അതുകൊണ്ട് ഉമ്മ എന്ന പദവിക്ക് വലിയ സ്ഥാനം പരിശുദ്ധമായ ഇസ്ലാം നൽകി. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, പെരുകിക്കൊണ്ടിരിക്കുന്ന ജുവനൈൽ കുറ്റകൃത്യങ്ങൾ, കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ, ചെറിയ മക്കളുടെ കൊലപാതകങ്ങൾ അധികരിക്കുകയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള കൊലപാതക വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്രായക്കാരായ, ഇളം പ്രായക്കാരായ കുട്ടികളാണ്, അല്ലെങ്കിൽ കൗമാരക്കാരാണ്. എന്താണ് അതിന്റെ കാരണം? ഇനി വരും തലമുറ അനുഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉമ്മ എന്ന സ്ഥാനത്തെ സമൂഹത്തിൽ ആ പദവിക്ക് കൊടുക്കേണ്ട മഹത്വവും സ്ഥാനവും കൽപ്പിക്കാത്തത് കൊണ്ട് ഉണ്ടാകാനിരിക്കുന്ന അപകടങ്ങളെയാണ് വരും കാലത്ത് നാം നേരിടാനുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ന് ലൈംഗിക അരാജകത്വങ്ങൾ പെരുകുന്നു. അതിന്റെ അനന്തരഫലം എന്താണ്? മാതൃത്വം ഉമ്മ എന്ന സ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നതാണ്. സ്വതന്ത്ര ലൈംഗിക വാദങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം എന്തിന്? വിവാഹത്തിന്റെ ആവശ്യം എന്തിന്? പെൺകുട്ടികൾക്ക് വിവാഹത്തോട് വൈമനസ്യമുണ്ടാകുന്ന
കാഴ്ചപ്പാടുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഉമ്മ എന്ന സ്ഥാനവും പദവിയും ഇല്ലാതാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഓരോരുത്തർക്കും ഭൂമിയിൽ കൃത്യമായ ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചതിൽ ഏറ്റവും മഹത്തായ ദൗത്യം ഉമ്മ എന്ന് പറയുന്ന ഒരു ദൗത്യമാണ്. ഒരു പെണ്ണ് ഒരുങ്ങണം ഉമ്മയാകാൻ. മാതൃത്വത്തെ ഒരു പെണ്ണ് ഇഷ്ടപ്പെടണം. അവളുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ച ഗർഭപാത്രത്തോട്, അതേപോലെ തന്നെ അവർ കുഞ്ഞിനെ നൽകുവാൻ വേണ്ടി റബ്ബ് സംവിധാനിച്ച സ്തന്യം നൽകുക എന്ന ദൗത്യത്തോട് എല്ലാം ഒരു പെണ്ണിന് താല്പര്യവും ഇഷ്ടവും ഉണ്ടാവുക. ഉമ്മയാകാൻ ഇഷ്ടപ്പെട്ട് ഉമ്മയാവുക. കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ സ്നേഹത്തോടെ ലാളനയോടെ ആ കുഞ്ഞിനെ നെഞ്ചിലേറ്റെടുക്കുന്ന മാതൃത്വം ഉണ്ടാവുക. അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണിനെ ഗർഭിണിയാകാൻ പ്രാപ്തയാക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമേ വിശുദ്ധ ഖുർആനിലുള്ളൂ. അത് മറിയം അലൈഹസ്സലാത്തു വസ്സലാമയുടേതാണ്. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായത്തിന്റെ പേര് തന്നെ മറിയം എന്നാണ്. മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രസവിക്കുമ്പോൾ എന്തായിരുന്നു മറിയം ബീവിയുടെ മനസ്സിന്റെ ഒരു കൺസെപ്റ്റ്? ഉമ്മയാകാൻ ഒരുങ്ങിയിരുന്നോ? ഇല്ല. പിതാവില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ എങ്ങനെ പ്രസവിക്കും? ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഈ കുഞ്ഞുമായി ഞാൻ എങ്ങനെ ജനങ്ങളുടെ ഇടത്തിലേക്ക് പോകും? വല്ലാത്ത സങ്കടമായിരുന്നു അല്ലെ? പിതാവില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരുങ്ങുകയാണ്. അവിടെ സാമൂഹികമായി നേരിടാനുള്ള പ്രശ്നങ്ങളെ കുറിച്ചോർത്ത് വല്ലാത്ത വേവലാതി ഉണ്ടായിരുന്നു. ഒരു ഗർഭിണി എന്ന നിലക്ക് മാനസിക പിരിമുറുക്കവും സങ്കടവും എല്ലാം നിറഞ്ഞ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്? സൂറത്തുൽ മറിയമിൽ നമുക്ക് കാണാം, ഫഅജാഅഹൽ മഖാലു ഇലാ ജിദ്ഇൻ നഖ്ലാ ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ ഫഅജാഅഹൽ മഖാലു. മറിയം ബീവിക്ക് പ്രസവ വേദന വന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈത്തപ്പന മരയുടെ അടുത്തേക്ക് ആ പ്രസവ വേദനയുമായി അവർ ചാരി കിടക്കുകയാണ്. ആ സമയത്ത് മറിയം ബീവിന്റെ കൺസെപ്റ്റ് എന്താ? കുഞ്ഞിക്കാല് കാണണം, ഒരു കുഞ്ഞുവാവയെ കാണണം എന്നല്ല, മറിച്ചോ യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ. ഈ പ്രസവത്തിന് മുമ്പേ ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വകുന്തു നസിയം മൻസിയാ. എല്ലാരും എന്നെ മറന്നാൽ മതിയായിരുന്നു, എന്നെ കുറിച്ച് ആർക്കും ഒരു ഓർമ്മയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കൂ, ഒരു ഗർഭിണിയുടെ മാനസികാവസ്ഥ എന്താ? മരിച്ചാൽ മതിയായിരുന്നു. കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരുക്കല്ല. ഈ കുഞ്ഞുമായിട്ട് എങ്ങനെ ജനങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോകും? മാനസികമായി വലിയ ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്നൊരാൾ പറയണമെങ്കിൽ എത്രമാത്രം ടെൻഷൻ ഉണ്ടാവും? മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയണമെങ്കിൽ എത്രമാത്രം മനസ്സിന് ടെൻഷൻ ഉണ്ടാവും? ആ കൺസെപ്റ്റിൽ, ആ കാഴ്ചപ്പാടിലുള്ള മറിയം ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഗൈഡൻസ് ആണ് ലോകത്ത് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മമാരോട്, സ്ത്രീകളോട് വിശുദ്ധ ഖുർആനിന് നൽകാനുള്ളത്. ഒരുങ്ങണം ഗർഭിണിയാകാൻ. ടെൻഷനോടെയല്ല. കുട്ടി ഉണ്ടാകണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് എന്റെ കരിയറും ജോലിയൊക്കെ ആയിരുന്നു പ്രധാനം. അതിന്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇനി എന്താ ചെയ്യാ? അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? ഇനി എന്താ ചെയ്യാ? അവിടെ രണ്ട് മാർഗങ്ങളാണ് പുതുതലമുറ. ഒന്ന്, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വയറ്റിന്റെ അകത്തേക്ക് ഗർഭസ്ഥ ശിശുവിനെ കഷ്ണം കഷ്ണമായി മുറിച്ച് അബോർഷൻ ചെയ്യുന്ന കൊലപാതകം അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകം അതല്ലേ? നിഷ്കളങ്കനായ, എട്ടും പൊട്ടും തിരിയാത്ത കൈകളും കാലുകളും എല്ലാം രൂപപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിനെ ഉമ്മയുടെ സമ്മതത്തോടെ, ഉപ്പയുടെ സമ്മതത്തോടെ ഗർഭാശയത്തിലേക്ക് കത്തിവെച്ച് ആ കൈകളും കുഞ്ഞിക്കാലും കുഞ്ഞിക്കൈയും തലയും എല്ലാം വെട്ടിക്കൊല്ലുന്ന അബോർഷൻ. അതിന്ന് വിഷയമല്ല ആർക്കും. അതൊക്കെ നിസ്സാരമാണ് അല്ലെ? കരിയറാണ് പ്രധാനം. എനിക്ക് ജോലിക്കൊക്കെ നോക്കുന്ന സമയത്താണ് ഗർഭിണിയായത്. ഇനി എന്താ? ജോലിയും കരിയറും തന്നെ പ്രധാനം. കുട്ടിനെ കൊന്നുകളയാം, നോ പ്രോബ്ലം. അതിലൊരു ദാക്ഷിണ്യമില്ല, അതിലൊരു കുറ്റബോധവും വേണ്ട എന്ന് ചിന്തിക്കുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന പുതുതലമുറ.
രണ്ടാമത്തെ മാർഗം എന്താ? പ്രസവിക്കുക, മനസ്സില്ലാതെ പ്രസവിക്കുക, ടെൻഷനോടെ പ്രസവിക്കുക. എന്റെ കരിയർ തൊലച്ചവനാണ് ഈ കുട്ടി എന്ന കൺസെപ്റ്റ്. അങ്ങനെ ആ കുഞ്ഞ് വന്നാലോ 2 വർഷം പാല് കൊടുക്കാൻ തയ്യാറാകുമോ? അതും മടിയോടുകൂടി സമൂഹത്തിന്റെ ഒരു നിർബന്ധ ബാധ്യത എന്ന നിലക്ക് മാത്രം ചെയ്യുന്ന അവസ്ഥ. ഇന്നിതൊന്നും നിസ്സാര ഒറ്റപ്പെട്ട വാർത്തയല്ലല്ലോ. പലപ്പോഴും നമ്മൾ കേൾക്കുകയാണ്, എന്ത് പ്രസവിച്ചു, കുട്ടിയെ കളഞ്ഞു, അമ്മ പോയി. എത്ര വാർത്ത നമ്മൾ കേട്ടു? 1-2 വാർത്തയാണോ? പ്രസവിച്ചിട്ട് കുട്ടിയെ കുപ്പത്തൊട്ടിയിലിട്ടു, അല്ലെങ്കിൽ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു, അമ്മ കടന്നു കളഞ്ഞു എന്ന വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതാ മറിയം അലൈഹിസ്സലാമിനെ അള്ളാഹ് ഒരുക്കുന്നത് നോക്കൂ. എന്താ അള്ളാഹ് പറയുന്നത്? ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനീ ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞു ഉമ്മയെ വിളിക്കുകയാണ്. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനീ ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. ലാ തഹ്സനി, ഉമ്മ ദുഃഖിക്കരുത്, ഉമ്മ സങ്കടപ്പെടരുത്. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. നിങ്ങളുടെ ഗർഭാശയത്തിൽ അല്ലാഹ് സംവിധാനിച്ചിട്ടുള്ളത് ഒരു മഹാനയാണ്. ഓരോ കുഞ്ഞും ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഒരു മനുഷ്യ കുഞ്ഞിന്റെ മഹത്വം പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് നമ്മുടെ കുഞ്ഞാണ്, അല്ലെ? ആ 2 കണ്ണിന്റെ പവറിനോളം ഇല്ല ലോകത്തൊരു ക്യാമറയും. ആ 2 കാതുകളുടെ കേൾവിയോളം മഹത്വം ഇല്ല ലോകത്തൊരു വലിയ കേൾവിയുടെ സംവിധാനത്തിനും. ആ പിഞ്ചു ഹൃദയം മിടിക്കുന്നുവെങ്കിൽ, ആ കുഞ്ഞു തലച്ചോറ് പ്രവർത്തിക്കുന്നുവെങ്കിൽ അറിയുക ഒരു മഹാസമ്പത്ത്, അല്ലെ? ഒരു കുട്ടിക്ക് സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ബാധിച്ചു. ഒരു ഇഞ്ചക്ഷൻ എത്രയാ വില? 20 കോടി. എല്ലാരും പിരിച്ചു കൊടുത്തില്ലേ 20 കോടി? അവിടെ എന്താ 20 കോടിയേക്കാൾ മൂല്യമുണ്ട് ഒരു കുഞ്ഞിന്. എങ്കിൽ അറിയുക, എന്റെ മുന്നിലുള്ള എനിക്ക് റബ്ബ് നൽകിയ എന്റെ മകനോ മകളോ അതിന്റെ മഹത്വം എത്രയാണ്, ആ കുഞ്ഞിന്റെ സ്ഥാനം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാകുന്ന സമ്പത്താണ്. ഇവിടെ ഉമ്മാനെ ഗൈഡ് ചെയ്യാണ്, ഉമ്മ ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട, നിങ്ങളുടെ വയറ്റിലുള്ളത് ഒരു മഹാനാണ്. എല്ലാ ഉമ്മമാരും ഗർഭകാലത്ത് ഇതാ റബ്ബെനിക്ക് നൽകിയ ഈ എന്റെ ഗർഭാശയത്തിൽ വളരുന്ന ആ മിടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു ഹൃദയം, ആ കാഴ്ച, ആ കേൾവി, ആ പിഞ്ചു പൈതലിനോളം വലിയ സമ്പത്ത് ലോകത്തെനിക്ക് വേറെ ലഭിക്കാനില്ല എന്ന ചിന്തയോടെയാകണം ഉമ്മ ഗർഭത്തിന് ഒരുങ്ങേണ്ടത്. ഫകുലി വശ്റബി വകരി ഐന ഫകുലി. ഗർഭിണിക്ക് നല്ല പോഷകാഹാരം ലഭിക്കണം. മറിയമേ, ഭക്ഷണം കഴിക്കൂ. വശ്റബി, കുടിക്കൂ, വെള്ളം കുടിക്കൂ. വകരി ഐന, ദുഃഖമല്ല, സങ്കടമല്ല, ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്നല്ല, ജനങ്ങൾ എന്നെ മറന്നിരുന്നെങ്കിൽ എന്നല്ല. വകരി ഐന, ഈ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചോർത്ത് കൺകുളിർമ അനുഭവിക്കുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. പടച്ചോനെ, ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ നൽകണേ. കൺകുളിർമ, മക്കളെ കാണുമ്പോൾ കൺകുളിർമ, ഭാര്യയെ കാണുമ്പോൾ കൺകുളിർമ, ഭർത്താവിനെ കാണുമ്പോൾ കൺകുളിർമ. കൺകുളിർമയാണ് ലഭിക്കേണ്ടത്. വകരി ഐന, മറിയമേ, ആ കുഞ്ഞിലൂടെ നിനക്ക് കൺകുളിർമ ലഭിക്കും. കൺകുളിർമയാകണം നമ്മുടെ മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, അതേപോലെ തന്നെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി ഉമ്മ എന്ന പദവിയാണ്. ആ പദവിയെ ലോകം ഭയപ്പെടുന്നു. ആ പദവിയെ ഇല്ലാതെയാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ലിബറലിസ്റ്റുകൾ കടത്തിക്കൊണ്ടുവരുന്നത് എന്ന ചിന്ത ഉണ്ടാകണം. അതിനനുസൃതമായിട്ടാണ് 7ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസം സ്വതന്ത്ര ലൈംഗികവാദത്തിനുള്ള തുറവിയാണ്. അതേപോലെ LGBTQ പോലെയുള്ള ആക്ടിവിസം, ഇതെല്ലാം ഇതിന്റെയൊക്കെ അനന്തരഫലം മാതൃത്വത്തെ നശിപ്പിക്കുക എന്നതാണ്. കാരണം ലോകത്തൊരാണും ഉമ്മയുടെ മകനല്ലാതെ ജനിക്കുന്നില്ല. ആണാകട്ടെ പെണ്ണാകട്ടെ, ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? ഉമ്മയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു ഒരു സഹാബി ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ സ്വഹബത്ത് ഉണ്ടാകേണ്ടത് ആരോടാണ്? ഉമ്മുക്, നിന്റെ ഉമ്മയോട്. സുമ്മമൻ? ഉമ്മുക്, നിന്റെ ഉമ്മയോട്. സുമ്മമൻ?
ഉമ്മുക്, നിന്റെ ഉമ്മയോട്. ഉമ്മ ഉമ്മ ഉമ്മ. നാലാമതാണ് അബൂക്, ഉപ്പയോട്. അതുകൊണ്ട് ആരൊക്കെ പുരുഷൻ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറയുന്ന ലോകത്ത് ഇസ്ലാമിന് പറയാനുള്ളത്, പെണ്ണെ, നിനക്കുള്ള ഏറ്റവും വലിയ മഹത്വം, എത്ര വലിയ പുരുഷനാണെങ്കിലും എത്ര വലിയ പദവി അംഗീകരിക്കുന്നവനാണെങ്കിലും നിന്റെ മുന്നിൽ അവൻ ശിശുവാണ്, കുട്ടിയാണ്, മോനാണ്. ഉമ്മയുടെ മുമ്പിൽ അവൻ വെറും ഒരു ശിശു. അതുകൊണ്ട് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി ഉമ്മ എന്ന പദവി. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ലുഖ്മാനിലെ 14-ാമത്തെ ആയത്തിലൂടെ പറയുന്ന ഒരു വാചകമുണ്ട്. വല്ലാതെ ഒരുപാട് ചിന്തിക്കുവാനും പഠിക്കുവാനും ഉള്ള പോയിന്റുകൾ അതിലുണ്ട്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. നമ്മൾ ഒരുപാട് തവണ കേട്ടാണ് ഈ ആയത്ത്. പൊതുവെ നമ്മൾ കേൾക്കൽ മാതാപിതാക്കളോടുള്ള ബാധ്യത പഠിപ്പിക്കുന്നിടത്താണ്. വവസ്വൈനൽ ഇൻസാന, മനുഷ്യർക്ക് അല്ലാഹു വസിയത്ത് നൽകി, ബിവാലിദൈഹി, മാതാപിതാക്കളുടെ കാര്യത്തിൽ. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ഒരു ഉമ്മ ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ച്, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. പ്രസവിക്കുന്ന ഒരു ഉമ്മ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് പുതുതലമുറയിൽപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഗൈഡൻസ്, പ്രസവിച്ച സൗന്ദര്യം പോകും, അപ്പൊ പ്രസവിക്കണ്ട അല്ലെ, വയറിന്റെ ചുറ്റും കല വരും, അപ്പൊ എന്താ, പ്രസവിക്കണ്ട, എന്റെ ആകാരവും ഭംഗിയൊക്കെ പോകും, പ്രസവിക്കണ്ട. പ്രസവം വലിയ ബുദ്ധിമുട്ടാണ്. അള്ളാഹ് പറയാണ്, അതെ, പ്രസവം ബുദ്ധിമുട്ട് തന്നെയാണ്. വഹനൻ അലാ വഹനിൻ, പ്രയാസത്തിന് മേൽ പ്രയാസം, ക്ഷീണത്തിന് മേൽ ക്ഷീണം. അതാണ് പ്രസവം. അങ്ങനെ പ്രസവിച്ചു ഉമ്മ. അതുകൊണ്ട് ഉമ്മാന്റെ കാര്യത്തിൽ അള്ളാഹ് വസിയത്ത് നൽകുകയാണ്. അതേപോലെ തന്നെ വഫിസ്വാലുഹു ഫീ ആമൈൻ, 2 വർഷം മുലയൂട്ടണം. 2 വർഷം മുലയൂട്ടണം. അതും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലാണ്. ഇന്ന് എത്രയോ മക്കൾക്ക് ഉമ്മയുടെ മുലപ്പാല് കുടിക്കുവാനുള്ള സൗഭാഗ്യമില്ല. ഇപ്പോ എത്രയോ സഹോദരിമാരെ എനിക്കറിയാം, വിദേശത്ത് ജോലിയാണ്, പ്രസവിക്കാൻ മെറ്റേണിറ്റി ലീവ് കിട്ടിയാൽ നാട്ടിൽ പോവും, പ്രസവിക്കും. എന്തിനധികം 15 ദിവസം കൊണ്ട് പ്രസവം കഴിഞ്ഞ് മടങ്ങിയ ഒരു സഹോദരി എനിക്കറിയാം. 15 ദിവസം നാട്ടിൽ പോയി പ്രസവിച്ചു, 15 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് എണീക്കാൻ എത്ര ദിവസം? 15 ദിവസം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് മടങ്ങി വന്നു വിദേശത്തേക്ക്. കുട്ടി എവിടെ? കുട്ടി എവിടെ? കൂടെയാണോ? അല്ല. ആ കുട്ടി അമ്മൂമ്മയുടെ കൂടെ ഭദ്രം, അല്ലെങ്കിൽ ഉമ്മാമയുടെ കൂടെ ഭദ്രം. ഇനി ആ കുട്ടി കുടിക്കേണ്ട പാൽ ഏതാണ്? ആ കുട്ടിക്ക് ഉമ്മയുടെ സ്തന്യം നുകരാൻ 2 വയസ്സ് വരെ കുട്ടിയുടെ അവകാശമാണ്. ഉമ്മമാരെ, നിങ്ങൾ അവർക്ക് പാല് കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞു. ഇനി അഥവാ നിങ്ങൾക്ക് കൊടുക്കാൻ വല്ല തടസ്സമുണ്ടായി, കാരണം എന്താ, വീണ്ടും പെട്ടെന്ന് തന്നെ ഗർഭിണിയായി, 2 വയസ്സ് വരെ പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി, അല്ലെങ്കിൽ ഉമ്മാക്ക് രോഗം ഉണ്ടായി, അങ്ങനെ വല്ല കാരണവും ഉണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും മീറ്റിംഗ് നടത്തട്ടെ, കൂടിയാലോചിക്കട്ടെ, തീരുമാനമെടുക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. കാരണം ഒരു കുഞ്ഞിന് ലഭിക്കുന്ന മുലപ്പാലിന്റെ മഹത്വം എത്രയാ! ഒരു കുട്ടിയുടെ തലച്ചോറിന് കിട്ടേണ്ട കണ്ടന്റുകളാണ് ഒരു മനുഷ്യന്റെ മുലപ്പാലിൽ, അല്ലെ? പോത്തും പശുവൊക്കെ അതേപോലെ മറ്റു ജീവികളാകട്ടെ, പാല് കുടിക്കുന്ന പ്രായം ശരീരമാണ് വളരുക. ശരീരം വളരാൻ ആവശ്യമായ കണ്ടന്റാണ് മറ്റ് മൃഗങ്ങളുടെയൊക്കെ പാലിലുള്ളത്. മനുഷ്യൻ്റെതോ തലച്ചോറ് വളരാൻ ആവശ്യമായ കണ്ടന്റാണ് ഉമ്മയുടെ പാലിൽ. അതുകൊണ്ടാണ് ഒരു കുട്ടി 2 വയസ്സിലും അത്രേ വലിപ്പമുള്ളൂ. വലിപ്പം വെക്കുന്നില്ല. നമ്മൾ ആലോചിച്ചൊക്കെ, ഉമ്മാന്റെ പാല് കുടിച്ചിട്ട് ഏതെങ്കിലും കുട്ടി വലിപ്പം വെക്കുന്നുണ്ടോ? 6-ാം മാസം മുതൽ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കൂടി വലിപ്പം പരിഗണിച്ചിട്ടാണ് 2 വയസ്സുള്ള നമ്മുടെ കുട്ടികൾ ഇത്ര നീളവും വലിപ്പം. മറിച്ച് ഈ 2 കൊല്ലം ഉമ്മാന്റെ പാലിലൂടെ കിട്ടിയത് എന്താ? തലച്ചോറും ബുദ്ധിയുടെയും ഒക്കെ വികാസത്തിന് ആവശ്യമായത്. അതേപോലെ തന്നെ മാതൃത്വത്തിന്റെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ കൈമാറ്റം, ഇതൊക്കെയാണ് നടക്കുന്നത്. അതിന്ന് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പാല് കൊടുക്കാത്തതിന്റെ പേരിൽ മാതൃത്വം ഉള്ള ആ മാതാക്കളും അവരും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിന്റെ പുതിയ കൾച്ചർ അനുസരിച്ച്.
അവിടെയാണ് ഇവിടെ അള്ളാഹ് ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ. അനിഷ്കുർലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. വലിവാലിദൈക, ഉമ്മയോട് നന്ദി കാണിക്കണം, ഉപ്പയോട് നന്ദി കാണിക്കണം. ഇവിടെ രണ്ട് കാര്യം അള്ളാഹ് എടുത്തു പറഞ്ഞു. ഏറ്റവും സ്ത്രീകൾ സഹിക്കേണ്ട ഒരു പ്രയാസം, മാതാപിതാക്കൾ സഹിക്കുന്ന രണ്ട് ത്യാഗം എടുത്തു പറഞ്ഞിട്ടാണ്. ആ ത്യാഗം നിന്റെ ഉപ്പയും ഉമ്മയൊക്കെ അനുഭവിച്ചില്ലേ, അതുകൊണ്ട് അവരോട് നന്ദി കാണിക്കൂ. വൃദ്ധസദനങ്ങളുടെ മനഃശാസ്ത്രം എന്താ? ഇത് രണ്ടു ചെറുപ്പത്തിൽ കൊടുത്തില്ല. ഇവിടെ പറഞ്ഞ രണ്ട്, ഒന്നാമത് ത്യാഗം അനുഭവിച്ച് പ്രസവിക്കുക എന്നതിനെ വലിയ പ്രയാസമായി കണ്ടു. മനസ്സില്ലാ മനസ്സോടെയാണ്, അതൊരു ത്യാഗമായിട്ടല്ല, മനസ്സില്ലാ മനസ്സോടെ കുടുങ്ങിപ്പോയ ഒരു ദൗത്യം. രണ്ടാമത് കുഞ്ഞിന് പാല് കൊടുക്കുക എന്ന ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങി, കുട്ടിക്ക് പാല് പോലും കൊടുത്തില്ല. പിന്നെ എങ്ങനെയാ കുട്ടികൾ നന്ദി കാണിക്കുക എന്നൊരു പോയിന്റും നമ്മൾ ആലോചിക്കണം. പിന്നെ എങ്ങനെ കുട്ടികൾ നന്ദി കാണിക്കും? പിന്നെ ഭാവിയിൽ എന്തുണ്ടായി? വൃദ്ധസദനങ്ങൾ ഉണ്ടായി, മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടു. ഉപ്പയെ വേണ്ട, ഉമ്മയെ വേണ്ട, ചെറുപ്പം മുതലേ കുട്ടിക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുത്തില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പറയുന്ന ഒരു അധ്യായം നമുക്കറിയാം. രായത്ത് ചേ എന്ന് പോലും മാതാപിതാക്കളോട് പറയരുത്. അതിന്റെ അവസാനം അള്ളാഹ് മാതാപിതാക്കൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ പറഞ്ഞ പ്രാർത്ഥന പോലും നോക്കൂ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇർഹംഹുമാ, അവർ രണ്ടുപേർക്കും നീ കരുണ ചൊരിയണേ. കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ. അവിടെ നിബന്ധന വെച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയിൽ. ഉപ്പാക്കുമ്മാക്ക് കാരുണ്യം കൊടുക്കണേ എന്നല്ല, മറിച്ച് എങ്ങനെയാ, എപ്രകാരമാണ് കാരുണ്യം കൊടുക്കേണ്ടത്? കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പത്തിൽ അവരെന്നെ എപ്രകാരമാണോ പോറ്റി വളർത്തിയത് അപ്രകാരം അവർക്ക് കാരുണ്യം നൽകണേ. മക്കളെ വളർത്താൻ ഇന്ന് എത്രയോ ആളുകളുണ്ട്. കുട്ടി അങ്ങനെ ഉണ്ടായി, ഇനി എന്താ? ബേബി കെയറുകൾ ഉണ്ടല്ലോ. ബേബി കെയറിൽ കൊണ്ടാക്കുക 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സുള്ള കുട്ടി ബേബി കെയറിലാണ്. അപൂർവമായി മാത്രമാണ് ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഈ കുട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ എന്ത് സമയം നമ്മൾ കൊടുത്തത്? പിന്നെ സൗകര്യങ്ങളൊക്കെ പറയും. എന്താ ഞാൻ എൻ്റെ കുട്ടിക്ക് എന്താ കൊടുക്കാത്തത്? എന്നിട്ട് പല രക്ഷിതാക്കളും സ്വയം ന്യായീകരിക്കാൻ വേണ്ടി പറയും, എന്താ, ഞാൻ കഷ്ടപ്പെട്ടു, എപ്പോഴും വസ്ത്രം വാങ്ങിക്കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, അതേപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഇത് നമ്മളില്ലെങ്കിലും നടക്കുന്ന ഒന്നല്ലേ? ഒന്ന് ഉപ്പ മരിച്ചു എന്നതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ ആ കുട്ടികൾക്ക് ലഭിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അല്ലെ? നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ നല്ല ഭക്ഷണം ചിലപ്പോൾ യത്തീംഖാനയിൽ കിട്ടുന്നുണ്ടാവും, അനാഥാലയത്തിൽ കിട്ടുന്നുണ്ടാവും. അതല്ലെങ്കിൽ ആ കുട്ടിയെ വേറെ ആരെങ്കിലും ഏറ്റെടുത്താൽ നമ്മളെക്കാൾ കൂടുതൽ ആ കുട്ടിക്ക് ചിലപ്പോൾ കൊടുത്തെന്ന് വരും. പിന്നെ എന്താണ് ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടേണ്ടത്? ഇത് മാത്രമാണ്. ഈ സമ്പത്തും അതേപോലെ തന്നെ വീടും അതേപോലെ വസ്ത്രവും വിദ്യാഭ്യാസം ഏറ്റവും ഉന്നത സ്കൂളിൽ കൊടുത്തതൊക്കെയാണ് നമ്മളില്ലെങ്കിലും വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ എന്താണ് ഒരു മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് നൽകാനുള്ളത്? സമയം. നമ്മൾ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒന്നിന് നമ്മൾ കൊടുക്കേണ്ടത് സമയമാണ്. അതിന്ന് എത്ര ആളുകൾ കൊടുക്കുന്നുണ്ട്? കുട്ടികൾക്ക് കൊടുക്കേണ്ടത് സമയമാണ് അല്ലെ? സ്കൂളുകൾ അടച്ചു, കുട്ടികളൊക്കെ വീട്ടിലാണ്. ഉമ്മമാരുടെ പരിഭവം എന്താ? കുട്ടികളുടെ വികൃതി. നിങ്ങൾക്ക് കൊടുക്കാനില്ല കുട്ടിക്ക് സമയം. അവിടെ ഒരു ഉമ്മ കൂടുതൽ എല്ലാം ഒരുങ്ങി എന്റെ മകന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് എത്ര സമയമുണ്ടോ? കുട്ടിക്ക് മൊബൈൽ കൊടുക്കുന്ന എന്തിനാ? കൊടുക്കാൻ സമയമില്ല. ഒരു ഉമ്മാക്ക് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമില്ല. അതല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് അടക്കിയിരുത്താൻ ഒരു ഉമ്മാക്ക് കുട്ടിക്ക് കൊടുക്കാൻ സമയമില്ല. പിന്നെന്ത് കൊടുക്കും? ഫോണ് കൊടുക്കും. അപ്പൊ റീൽസ് കണ്ടുകൊള്ളട്ടെ, അതേപോലെയുള്ള വീഡിയോസ് കണ്ടുകൊള്ളട്ടെ, അതിലിങ്ങനെ കുട്ടി പോകും. അപ്പൊ എന്താ? ഉമ്മാക്ക് ആ സമയം വേറെ കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് സമയമാണ്. സമയം കൊടുക്കൂ. ഉപ്പമാരെ മക്കളുടെ കൂടെ ഇരിക്കൂ, കളിക്കൂ, അവർക്ക് സമയം കൊടുക്കൂ. നമസ്കരിച്ചു കൊണ്ടിരിക്കെ പ്രവാചക ചക്രവർത്തിയുടെ മുതുകിലേക്ക് കുട്ടികൾ കയറിയപ്പോൾ സുജൂദിൽ പോലും മക്കൾക്ക് സമയം കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കുഞ്ഞുങ്ങളെ നബി പരിഗണിച്ചു, കുട്ടികളെ ചേർത്തു പിടിച്ചു.
അവരുടെ നെറ്റിത്തടങ്ങളിലൂടെ മുടിയകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലോടി. ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളുടെ ഒരു സമയം കിട്ടുന്നില്ല. പിന്നെ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ മൊബൈലാണ്. മൊബൈലും അതേപോലെ തന്നെ ഗെയിമുകളും അതേപോലെയുള്ള ഡ്രാമാസും അങ്ങനെയുള്ള ഒരുപാട് റീൽസുകൾ, ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം. അതാണ് അവരെ രൂപപ്പെടുത്തുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെന്താ ആ കുട്ടി ശുദ്ധ പ്രകൃതിയിൽ നിന്ന് തെറ്റിപ്പോകുന്നത് എന്താ? ഒന്നാമത്തെ കാരണം എന്താ? മാതാപിതാക്കൾ. പിന്നെയാണ് സറൗണ്ടിങ്സ്, ചുറ്റുപാടുകൾ. ഒന്നാമത്തത് മാതാപിതാക്കളാണ്. അവിടെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ കുട്ടികളുടെ കൂടെ മൊബൈലും കാര്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സമയം കൊടുക്കണം. അവരോട് സംസാരിക്കണം, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. മക്കൾക്ക് ലഭിക്കേണ്ട ഉപദേശങ്ങൾ ആ സമയങ്ങളിലാകണം, അല്ലെ? കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉപദേശം ചെറുപ്രായത്തിലേ കൊടുത്തു തുടങ്ങണം. നമ്മുടെ ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് 2 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള സമയം. നമ്മുടെ കുട്ടിയുടെ തലച്ചോറ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയമാണ് നമ്മുടെ കുട്ടികൾ ഭാഷ പഠിക്കുന്നത്. ആ സമയമാണ് നമ്മുടെ കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്നത്, നിൽക്കാൻ പഠിക്കുന്നത്, നടക്കാൻ പഠിക്കുന്നത്, അല്ലെ? 2 വയസ്സാകുമ്പോഴേക്ക് കുട്ടി ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി, ആ കുഞ്ഞു ശരീരവും വെച്ച്. അതിൻ്റെ ഇടയിൽ ആ കുട്ടിയുടെ തലച്ചോറിനുണ്ടാകുന്ന വളർച്ച തോന്നിയാസങ്ങളും വൃത്തികേടുകളും റീൽസുകളും അശ്ലീലതകളും കണ്ടുകൊണ്ടാകരുത്. എങ്കിൽ അതായിരിക്കും ആ കുട്ടിയുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുക. മറിച്ച് ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടത് നന്മയാകണം. കുട്ടിയെ മടിയിലിരുത്തി വായിക്കുന്ന ഉമ്മമാരുണ്ടാവുക, കുട്ടിയെ മടിയിലിരുത്തി ഖുർആൻ ഓതുക. അങ്ങനെയൊക്കെ അതാണ് തർബിയത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുക എന്നുള്ളത് മെനക്കെട്ടിട്ട് തന്നെ വളർത്തണം, അല്ലെ? മരിച്ചാലും ബാക്കിയാകുന്ന സമ്പത്ത്, ഒന്നിന് മൂല്യം ഉണ്ടെങ്കിൽ ആ മൂല്യം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. മരിച്ചാലും ബാക്കിയാകുന്ന സമ്പത്ത് എന്താ? ഒരാൾ മരിച്ചു, 3 കാര്യം ബാക്കിയാകും എന്ന് പറഞ്ഞതിൽ ഒന്നെന്താ? വലദുൻ സാലിഹൻ യദ്ഉലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. മരിച്ചാലും കിട്ടണം ഈ മക്കളെ കൊണ്ടുള്ള ഉപകാരം. അതുകൊണ്ട് മെനക്കെട്ടിട്ട് തന്നെ മക്കളെ വളർത്തണം. നന്നായി സമയം കൊടുത്തിട്ട് തന്നെ മക്കളെ വളർത്തണം. അവരുടെ ഓരോ സ്വഭാവ പെരുമാറ്റത്തിലുള്ള വ്യതിയാനങ്ങൾ ചെറുപ്പം മുതലേ റബ്ബ് നമ്മുടെ കയ്യിൽ തന്നപ്പോ ഒരു വൈറസും ഇല്ലാത്ത, അല്ലെ? സാധാരണ പറയൂല, ഒരു പുതിയൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ക്ലിയർ ആയിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ, ഒന്നുമില്ല, ഒരു ഡാറ്റയും വൈറസും ഒന്നുമില്ല. പിന്നെ അതിൽ ഡാറ്റ ഫീഡ് ചെയ്യും നമ്മൾ. ആ സമയത്ത് വൈറസ് കയറാതെ നോക്കണം എന്ന് പറയും പോലെ നമ്മുടെ കുട്ടികൾ, നമ്മളിലാണ് അറിവ് നേടുന്നതും വളരുന്നതും അവരുടെ തലച്ചോറ് വികസിക്കുന്നതും ഒക്കെ. ആ സമയത്ത് അതിൽ വൈറസ് കയറരുത്, ചീത്ത കാര്യങ്ങൾ കയറരുത്. അങ്ങനെ ചെറുപ്പം മുതലേ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ നമ്മുടെ മക്കൾ കൺവിൻസ് ആകണം. അടിച്ചേൽപ്പിക്കുന്നതായിട്ട് തോന്നരുത്. ഒരു പെൺകുട്ടിയോട് നിരന്തരം, പ്രായപൂർത്തിയായ ഒരു മോളോട് തട്ടമിടൂ, മാറിടത്തിലൂടെ ശിരോവസ്ത്രം താഴ്ത്തിയിടൂ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. മറിച്ച് എന്തിനാണ് ഞാൻ ഇത് ധരിക്കുന്നത്? ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയായ ഞാൻ എന്തിന് ശിരോവസ്ത്രം ധരിക്കണം? അതൊരു ചോദ്യമാണ്. ഇത് ധരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഇത് കാര്യകാരണ സഹിതം നമ്മുടെ കുട്ടി പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ പിന്നെ ആരും നിർബന്ധിക്കണ്ട, അവൾ കൺവിൻസായി അവൾ ധരിക്കും. നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളൊക്കെയും പലപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് അവരുടെ മേൽ പറഞ്ഞ് അതിനപ്പുറത്തേക്ക് അവരതിൽ കൺവിൻസ് ആകും. അതിന് അറിവ് കൊണ്ടാണ് സാധിക്കുന്നത്. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒന്നാണ്, പരിശുദ്ധ ഇസ്ലാം പടച്ചോൻ ഇറക്കിയതാണ്, അതിലൊരു ന്യൂനത തരിമ്പുമില്ല, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ രൂപത്തിൽ നമ്മുടെ കുട്ടിക്ക് വിശ്വസിക്കണമെങ്കിൽ അറിവ് കൊടുക്കണം.
നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിൽ കാണാം ഇബ്രാഹിം നബിയും മകനും തമ്മിലുള്ള ഒരു ബന്ധം. ഇബ്രാഹിം നബി എന്ന പിതാവ് കുറെ കഴിഞ്ഞ് മകന്റെ അടുത്തെത്തി. ആ സമയത്ത് മകൻ ഉപ്പയോടൊപ്പം പ്രയത്നിക്കാൻ പ്രായമായി. അപ്പയാണ് ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. വല്ലാത്തൊരായത്തല്ലേ ഇത്. മോനോടാണ് വാപ്പ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇബ്രാഹിം നബിനോട് അള്ളാഹ് സ്വപ്നത്തിൽ കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? ഇസ്മായിലിനെ അറുക്കണം, ബലി നൽകണം എന്ന്. ഇത് ആദ്യം ആരോടാ ഡിസ്കസ് ചെയ്യുന്നത്? സ്വന്തം മോനോട്. അതാണ് ഉപ്പയും മോനും തമ്മിലുള്ള അടുപ്പം. മോന്റെ അടുത്തേക്ക് പോയിട്ട് യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. നിന്നെ അറുക്കണം എന്ന് പടച്ചോന്റെ കൽപ്പന ഉണ്ട് സ്വപ്നത്തിൽ. ഞാൻ ഫൻദുർ മാദാ തറ. എന്താ ചോദ്യം? ഫൻദുർ മാദാ തറ. എന്താ നിന്റെ ഒപ്പീനിയൻ? എന്താണ് നിന്റെ അഭിപ്രായം? അവിടെ ഉപ്പയെ അറിയുന്ന മകൻ, അള്ളാഹുവിനെ അറിയുന്ന മകൻ, ദീനിനെ അറിയുന്ന മകൻ, ദീനിന്റെ നിയമം അറിയുന്ന മകൻ. ഒന്നും അടിച്ചേൽപ്പിക്കേണ്ട. കാരണം എന്താ? ഈ ദീനിൽ ആ മകൻ കൺവിൻസ്ഡ് ആണ്. അതുകൊണ്ട് എന്താ തിരിച്ചു പറഞ്ഞത്? യാ അബതി ഇഫ്അൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മഅസ് സാബിരീൻ. പൊന്നു വാപ്പ, എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് അത് ചെയ്തു കൊള്ളുക. ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കും. ഇതെന്തുകൊണ്ടാ പറയാൻ പറ്റിയത്? ഇബ്രാഹിം നബി എന്ന പ്രവാചകൻ ദീൻ അടിച്ചേൽപ്പിച്ചതല്ല, കണ്ടും പഠിച്ചും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ദീൻ. അതുകൊണ്ട് തന്നെ ആരും നിർബന്ധിക്കണ്ട, ബലപ്രയോഗങ്ങൾ വേണ്ട, നിരന്തര ഉപദേശങ്ങൾ വേണ്ട. മറിച്ച് വാപ്പ പറഞ്ഞത് ഞാൻ റെഡിയാണ് കേൾക്കാൻ, അനുസരിക്കാൻ. നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതലേ ഈ നിലക്ക് അറിവ് പകർന്നു കൊടുക്കണം. എന്തുകൊണ്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ചെയ്യണം, ഇതൊക്കെ കാര്യകാരണ സഹിതം കുട്ടികൾക്ക് യഥാർത്ഥ ഗൈഡൻസ് കൊടുത്താൽ വരും തലമുറയെ കുറിച്ച് ഓർത്ത് നമുക്ക് പരിതപിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല. നമ്മുടെ സമൂഹത്തെ കുറിച്ചുള്ള എന്തൊക്കെ ആശങ്കകളുണ്ടോ ആ ആശങ്കകൾക്കൊക്കെയുള്ള യഥാർത്ഥ പരിഹാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്മയുള്ളവരായി തീരുക എന്നതാണ്. അതിനുള്ളൊരു മഹത്തായ ദൗത്യം. ആ പ്രവർത്തന പാതയത്തിൽ നമ്മുടെ സ്റ്റുഡൻസ്, കുട്ടികൾ കേടുവരാൻ പാടില്ല, നന്നാകണം. ലഹരി ഉപയോഗിക്കുന്നവർ അവരാകരുത്. സ്വതന്ത്ര ലൈംഗികവാദത്തിന്റെ പിന്നാലെ പോകുന്നവർ അവരാകരുത്. അതേപോലെയുള്ള സിനിമാ ലോകങ്ങളുടെയും വൃത്തികേടിന്റെ ലോകത്തും എല്ലാം നഷ്ടപ്പെടുന്നവർ നമ്മുടെ മക്കളാകരുത്. അവർ ധർമ്മത്തിന്റെ കാവലാളുകളായി മാറണം. അധർമ്മത്തിനെതിരെ പടപൊരുതുന്നവരായി അവർ മാറണം. അതിനുള്ളൊരു വലിയ ഒരു പരിഹാരം, വ്യത്യസ്ത പരിപാടികൾ, അതിന്റെ പ്രീ പ്രോഗ്രാമുകൾ നടന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച ഈ മക്കളെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു മഹാസംഗമം പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെയൊക്കെ മക്കൾ അതിലുണ്ടാകണം. അവരുടെ കൂട്ടുകെട്ട് ധർമ്മത്തിന്റെ കൂട്ടുകെട്ട് ആവണം. അവർ സംസ്കാരമുള്ളവരുടെ കൂടെ കൂടണം. ധാർമ്മികതയാകണം അവരുടെ പാഠ്യപദ്ധതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ദൗത്യം വൻ വിജയമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ തിന്മകളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീന് പഠിപ്പിച്ച ഒരു കുടുംബ ജീവിതം നയിക്കുവാനുള്ള തൗഫീക്ക് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ വിഷയം നമ്മുടെ മനസ്സിൽ നിന്ന് വലിയ പ്രാർത്ഥനയാണ് ഉയരേണ്ടത്. നമുക്ക് നമ്മുടെ രാജ്യമാണ് പ്രധാനം. എങ്കിലും ഏതൊരു യുദ്ധത്തിന്റെയും അനന്തരഫലം എത്രയോ നിരപരാധികളെ അത് ബാധിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം യുദ്ധഭീതിയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിരപരാധികളായ ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ഈ രംഗത്തൊക്കെയുള്ള ഭീകരവാദികളും അതേപോലെ അക്രമകാരികളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അവരിൽ നിന്ന് നമ്മെ ലോകർക്ക് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യാജ വാർത്തകളൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക എന്നത്. മുഖ്യധാര മാധ്യമങ്ങൾ പോലും വലിയ വ്യാജ വാർത്ത ഒരു മനസ്സങ്കോചവും ഇല്ലാതെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കണ്ട ഉടനെ ഷെയർ ചെയ്യും. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന അപകടം എന്താ? ഇന്നലെ എല്ലാ എയർപോർട്ടും പൂട്ടി, എത്രയോ ആളുകൾ ബേജാറായി, എയർപോർട്ടിലെത്തിയ ആളുകൾക്ക് ബേജാറായി. ഇനി എന്ത് ചെയ്യും? ഫ്ലൈറ്റ് കയറേണ്ട ആള് നാട്ടിലൊക്കെ എയർപോർട്ടൊക്കെ പൂട്ടി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ആകെ ബേജാറിലായി. ഇതൊക്കെ നമ്മളൊരു വാർത്ത കണ്ടാണ്ട് ഷെയർ ചെയ്യും കുടുംബ ഗ്രൂപ്പിൽ. അതിന്റെ അനന്തരഫലം എന്താ? കുറെ ആളുകൾ പാവങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ആക്കും. 100-200 ദിവസം ഭാര്യ ഭർത്താവിനെ കാത്തിങ്ങനെ ദിവസം എണ്ണി തീർത്തായിരിക്കും. ലാസ്റ്റ് ഇതാ ഈ വാർത്തയെ കാണാം, അവളാകെ ബേജാറാകും.
ഇങ്ങനെയൊക്കെ ഉള്ള പ്രത്യാഘാതങ്ങൾ. അതുകൊണ്ടൊരു വിശ്വാസി ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യുക എന്നതല്ല, മറിച്ച് അതിൽ വസ്തുതയുണ്ടോ എന്നതിനാണ് പ്രഥമ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഒട്ടനവധി തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. ഗഫൂറായ റഹ്മാനായ തവ്വാബായ നാഥ, പുറത്ത് മാപ്പാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആദർശത്തിൽ മരണം വരെയും അടിയുറച്ചു നിൽക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസിനികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم نسألك الجنة ونعوذ بك من النار. اللهم نسألك الجنة ونعوذ بك من النار. اللهم نسألك الجنة ونعوذ بك من النار. وصلى الله على نبينا محمد والحمد لله رب العالمين.